ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ ഡിവൈഡഡ് ടൈംസ്, ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ. വിഭജിക്കപ്പെട്ട കാലങ്ങൾ, സാഹിത്യം എങ്ങനെയാണ് മറ്റൊരാളെ മനസ്സിലാക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെഴുതിയത് അമാൻഡോ മൈക്ലോ പൗലോ. അമാൻഡോ മൈക്ലോ പൗല ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സമകാലീന റൈറ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഷി ഹാസ് പബ്ലിഷ്ഡ് 8 നോവൽസ്, സെവറൽ കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ബുക്സ് ഫോർ ചിൽഡ്രൻ. 8 നോവലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ധാരാളം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളും. അമാൻഡയുടെ വർക്കുകൾ 20ഓളം ലാംഗ്വേജുകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഡിവൈഡഡ് ടൈംസ്, ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ എന്നത് ഒരു എസ്സേ ആണ്. ഇതൊരു ഓപ്പണിംഗ് സ്പീച്ചാണ്. എസ്സേ എന്ന് പറഞ്ഞാൽ ഇത് എസ്സേ രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും ഇതൊരു ഓപ്പണിംഗ് സ്പീച്ചാണ്. ഒഡേസയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അമാൻഡ നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇത്. മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതായത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ, റെഫ്യൂജീസ് അഭയാർത്ഥികൾ, മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ, ഇവരെയൊക്കെ കണക്കാക്കിക്കൊണ്ട് ആ ഒരു ടേമാണ് അതർ എന്നതുകൊണ്ട് ഈ 3 വിഭാഗക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ പറ്റി നടത്തിയ ഒരു പ്രസംഗമാണിത്. ഇവിടെ ക്ലാസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വർക്കുകളാണ് ഹാംലെറ്റ്, ഒഡീസി, ഡോൺ കിക്സോട്ട്, സോറോസ് ഓഫ് ദ യങ്, വേർതർ, ഇതൊക്കെ. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വീണ്ടും ഒന്നും കൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വായിച്ചു നോക്കണം. അതിനകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ മൈനോറിറ്റീസിനെയും റെഫ്യൂജീസിനെയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങളിലൊക്കെ അവരെ കാണാനാകും എന്നാണ് ഇവിടെ അമാൻഡ പറയുന്നത്. നമ്മൾ ലിറ്ററേച്ചറിലെ എല്ലാ കാര്യങ്ങളും വളരെ ക്രമാനുഗതമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ എലമെൻറ്റ്സ് പോലും സ്കീമാറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹോമർ ഇതിഹാസം എഴുതിയത്, ഷേക്സ്പിയർ എങ്ങനെയാണ് നാടകം രചിച്ചത്, അതുപോലെ സെർവാൻസ് എങ്ങനെയാണ് നോവൽ ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ ഗെയ്തെ റൊമാൻറ്റിസിസത്തിൻ്റെ മണ്ണ് പാകിയത്. ശരിക്കും ഇതൊരു തമാശയല്ല, ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ചരിത്രം തന്നെയാണ്. ഇതിൽ ഏറ്റവും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഈ നോവലിലെയും ഈ ഇതിഹാസത്തിലെയും അതുപോലെ ഈ ഡ്രാമയിലെയും ഒക്കെ നായകന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് ചുറ്റും കാണാം. അതായത് വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ കൃതികളെങ്കിലും അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അതിനോട് സാമ്യമുള്ള സ്വഭാവ സവിശേഷതകളുമായി നമ്മുടെ ഇടയിൽ അവരെല്ലാം ജീവിക്കുന്നു. അവരെ എല്ലാം നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് അറിയില്ല. ചുറ്റുമുള്ള ആളുകൾ അവരെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്നും അറിയില്ല. അവർ സ്വയം അവരെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്കറിയില്ല. അപ്പം ഈ പറഞ്ഞു വരുന്നത്, ഈ ഡ്രാമയിലെയും ഈ നോവലിലെയും ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ന് ജീവിക്കുന്നുണ്ട് എന്ന് നമ്മളോട് അമാൻഡ പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ. അപ്പം അതെന്ന് പറയുന്നത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റെഫ്യൂജീസ്, അങ്ങനെയുള്ളവരാണ്. അപ്പം അവരെയാണ് ഈ അന്നത്തെ നോവലുകളിലെ കഥാപാത്രങ്ങളുമായിട്ട് അമാൻഡ താരതമ്യം ചെയ്യുന്നത്. അവരെയാണ് നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നത്. അവരെ നമ്മൾ പക്ഷെ തിരിച്ചറിയുന്നില്ല. നമ്മൾ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയില്ല. അവർ സ്വയം എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് അറിയില്ല. അപ്പം എന്തായാലും ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. ഈ ഇംഗ്ലീഷ്മനും ജർമ്മനും സ്പെയിൻകാരനും കൂടി ക്രിയേറ്റ് ചെയ്ത ഈ ഇതിഹാസ തുല്യമായ ഈ കൃതികളെല്ലാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അടുത്ത പാരഗ്രാഫിൽ ബാക്കി 3 കഥാപാത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഹാംലെറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ലോക സാഹിത്യത്തിലെ പ്രശസ്തമായ വർക്കുകളാണ്. അപ്പോൾ ഈ ലേഖനം നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഹാംലെറ്റിനെ പറ്റിയും അതുപോലെ ഡോൺ കിക്സോട്ടിനെ പറ്റിയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവണം. ഹാംലെറ്റ് ഒരു പ്രിൻസ് ആയിരുന്നു. ഹാംലെറ്റിൻ്റെ അച്ഛൻ്റെ ബ്രദറ് കൊല്ലുന്നു, പിതാവിൻ്റെ ബ്രദറ് കൊല്ലുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹാംലെറ്റിൻ്റെ മാതാവ്
ആ പിതാവിൻ്റെ ബ്രദറിനെ കല്യാണം കഴിച്ചു. അതായത് അച്ഛൻ്റെ കൊലപാതകിയെ അമ്മ കല്യാണം കഴിക്കുന്നത് ഹാംലെറ്റിന് കാണേണ്ടി വന്നു. അപ്പോൾ അതിൽ ഹാംലെറ്റ് വളരെയധികം അസ്വസ്ഥനാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പിതാവിൻ്റെ ഒരു ഗോസ്റ്റ്, ഒരു പ്രേതം ഹാംലെറ്റിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് ഹാംലെറ്റിനോട് പറയുന്നുണ്ട്, തൻ്റെ സഹോദരൻ തന്നെ തനിക്ക് വിഷം തന്നു കൊന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഹാംലെറ്റിന് ഈ ബ്രദറിനോട്, ഈ അങ്കിളിനോട് പ്രതികാരം ചെയ്യണമെന്ന് ഉണ്ട്. പക്ഷെ പ്രതികാരം ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി വരുമ്പോൾ ഇത് ചെയ്യണോ അതോ ചെയ്യുന്നത് പാപമാണോ എന്നൊരു ചിന്ത ഹാംലെറ്റിൻ്റെ ഉള്ളിൽ വരും. അതാണ് ടു ബി ഓർ നോട്ട് ടു ബി. അപ്പോൾ എപ്പോഴും ഈ എല്ലാ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഹാംലെറ്റിന് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. അവസാനം ഈ പ്രോബ്ലം കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്ത് മരിച്ചു വീഴുകയും അതൊരു ട്രാജഡിയാണ്. അവസാനം അതിൻ്റെ എൻഡിൽ മേജറായിട്ടുള്ള ആരും അവശേഷിക്കുന്നില്ല. അതാണ് ഹാംലെറ്റിൻ്റെ കഥ. അപ്പോൾ ഇവിടെ ക്ലോഡിയസ് എന്ന് പറയുന്നത് പിതാവിൻ്റെ സഹോദരനാണ്. ഗർട്രൂഡ് എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പോൾ ഇയാളാണ് കൊന്നത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഹാംലെറ്റ് നോർമലായിട്ടല്ല അയാളോട് പെരുമാറുന്നത്. അതാണ് അവരുടെ കണ്ണിൽ ഹാംലെറ്റ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറുന്നു. അവർക്കറിയില്ല ഇതെന്താ ഇങ്ങനെ ഹാംലെറ്റ് പെരുമാറുന്നത്. ഹാംലെറ്റിനറിയാം ഇയാളാണ് കൊലപാതകിയെന്ന്. അടുത്തതായിട്ട് ഡോൺ കിക്സോട്ട്. ഡോൺ കിക്സോട്ട് ഒരു മാഡ്മാൻ ആണ്. അതായത് അയാളൊരു കർഷകനാണ്. അയാൾ വിചാരിക്കുന്നു ഞാനൊരു നൈറ്റാണ്, അതുകൊണ്ട് എനിക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണികളൊക്കെ നടത്താം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ കുതിരപ്പുറത്ത് കയറി ഒരു ഫാൻറ്റസിയുടെ പുറത്ത് രാജ്യം മുഴുവൻ ചുറ്റിയടിക്കുന്നു. അങ്ങനെ സമാധാന കാലത്ത് എന്തിനാണ് ഈ വാളുമായിട്ട് ഇതിലെ ഇങ്ങനെ കറങ്ങുന്നത് എന്ന് ആൾക്കാർ അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ഗെയ്തയുടെ വെർദർ എന്ന ക്യാരക്ടർ, അദ്ദേഹം മറ്റൊരാളിൻ്റെ ഭാര്യയെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് അയാളുടെ ജീവൻ തന്നെ ബലി കഴിക്കുന്നു. ഈ പുസ്തകങ്ങളിലെല്ലാം ഇപ്പം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്ത ഈ 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ പ്രണയിക്കുന്നവരാവാം, അല്ലെങ്കിൽ എതിരാളികളാവാം, അതല്ലെങ്കിൽ സെർവൻസ് ആവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, അതുമല്ലെങ്കിൽ വഴിയാത്രക്കാരാവാം. അങ്ങനെ അസാധാരണമോ അല്ലെങ്കിൽ അതിശയോക്തിപരമോ അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണ് ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം. അതല്ലാതെ ഒരു നായകൻ്റെ 100% ക്വാളിറ്റി ഉള്ളവരല്ല ഇതിനകത്തെ ഒന്നും കഥാപാത്രങ്ങൾ. ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു നാവികനാണ്. കടലിൽ ധാരാളം യാത്ര ചെയ്ത് വളരെ മുഷിഞ്ഞ വേഷത്തോടെ തിരിച്ചെത്തുന്ന ഒരു നാവികനാണ്. ഹാംലെറ്റ് ആണെ പ്രേതങ്ങളെ കാണുന്നു. ഡോൺ കിക്സോട്ട് മേഘങ്ങളിലൂടെ നടക്കുന്നു. വെർത്തറിനെ അനാരോഗ്യകരമായ അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത ഒരു പ്രണയമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാകുന്നു. അപ്പോൾ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നവരാണ് ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ. പണ്ടൊരു സമയത്ത് ഒരു ഗ്രീക്കുകാരനും ഒരു ഇംഗ്ലീഷുകാരനും ജർമ്മൻകാരനും ഒരു സ്പെയിൻകാരനും ഉണ്ടായിരുന്നു. അവർ മനുഷ്യാവസ്ഥയെ വിശദമാക്കുന്ന ഹ്യൂമൻ കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥകൾ എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ ഗ്രീക്കുകാരൻ പറഞ്ഞു, I am going to write about a man who's tossed about on the seas after a war, and when he finally returns home, no one, not even his wife, recognize him. അതായത് ഒരു യുദ്ധത്തിന് ശേഷം കടലിൽ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ എഴുതാൻ പോവാണ്. അയാൾ യുദ്ധത്തിന് ശേഷം കടലിൽ കൂടി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അയാളെ അയാളുടെ വൈഫ് പോലും തിരിച്ചറിയുന്നില്ല. അതായിരുന്നു കഥ. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ജീവിതം വിലപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത, അതായത് ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത ഒരാളെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്. സ്പെയിൻകാരൻ പറഞ്ഞു, ഞാനൊരു കർഷകനെ പറ്റിയാണ് എഴുതുന്നത്. ആ കർഷകൻ സ്വയം വിചാരിക്കുകയാണ് ഞാനൊരു നൈറ്റാണ്. നൈറ്റ്, KNIGHT ആണ്. നൈറ്റ് എന്ന് പറയുന്നത് അതായത് മിഡീവൽ കാലഘട്ടങ്ങളിൽ, മധ്യകാലഘട്ടങ്ങളിൽ കുതിരപ്പുറത്തെ കയറി രാജ്യം മുഴുവൻ ചുറ്റുന്ന ധീരന്മാരാണ്. അവരങ്ങനെ പോകുന്ന വഴിക്ക് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. അതായത് കള്ളന്മാരെയൊക്കെ അടിച്ചോടിക്കും, ശത്രുക്കളെയൊക്കെ തുരത്തും. അങ്ങനെ നാട്ടുകാർക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അവരിങ്ങനെ എപ്പോഴും ഹോഴ്സിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിരിക്കും. അപ്പോൾ അത് ഇംഗ്ലീഷ് കഥകളിലെല്ലാം അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ കഥകളിലെല്ലാം നമുക്കത് കാണാം. അതൊരു ധീരന്മാരാണ്. അപ്പം സ്പെയിൻകാരൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു നൈറ്റിനെ പറ്റിയാണ് കഥ എഴുതാൻ പോകുന്നത്, കുതിരപ്പുറത്ത് കയറി സാഹസികയാത്ര നടത്തുന്ന ഒരു നൈറ്റിനെ പറ്റി. ജർമ്മൻകാരൻ പറഞ്ഞു, ഞാൻ എഴുതാൻ പോകുന്നത്
ഒരു യങ് മാനാണ്. അയാൾ മറ്റൊരാളുടെ വൈഫിനെയാണ് പ്രണയിച്ചത്. അങ്ങനെ ആ പ്രണയത്തിന് വേണ്ടിയിട്ട് അയാൾ സ്വന്തം ജീവൻ തന്നെ കളഞ്ഞു. അപ്പം ഈ ഇത്രയും പേര്, ഗ്രീക്ക്, ഇംഗ്ലീഷ്മാൻ, ജർമ്മൻ ആൻഡ് സ്പെയിൻ, ഈ 4 പേരും വ്യത്യസ്ത രീതിയിലുള്ള കഥകൾ എഴുതി. തുടർന്നും അമാൻഡ ചോദ്യങ്ങൾ ചോദിക്കുന്നു. യൂറോപ്യന്മാരുടെയും അവരുടെ പൂർവികരുടെയും സ്വപ്നങ്ങളെയും അന്വേഷണങ്ങളെയും കുറിച്ച് സാഹിത്യം നമുക്ക് എന്ത് ചിത്രമാണ് നൽകുന്നത്? അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇംഗ്ലീഷുകാരുടെയും അവരുടെ പൂർവികരുടെയും സ്വപ്നങ്ങളെ പറ്റിയുള്ള എന്ത് ചിത്രമാണ് നമുക്ക് നൽകുന്നത്? ഇനി അടുത്ത പാരഗ്രാഫിൽ ഒഡീഷ്യസിനെ പറ്റിയാണ് പറയുന്നത്. ഗ്രീക്ക് ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമാണ് ഒഡീസിയസ്. ഒഡീസിയസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ധാരാളം കവിതകളും ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷിലെ ഫേമസ് ആയിട്ടുള്ള ധാരാളം കവിതകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട ഒരു യോദ്ധാവാണ്. അദ്ദേഹം വളരെ വർഷങ്ങളോളം തൻ്റെ രാജ്യമായ ഇത്താക്കയിൽ നിന്ന് മാറി നിന്നു. അതിനുശേഷം യുദ്ധമൊക്കെ ജയിച്ച് ധാരാളം വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് വീണ്ടും വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ വൈഫിന് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഈ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചു. പിന്നീട് അദ്ദേഹം കുറച്ചു കാലം സ്വന്തം രാജ്യമായ ഇത്താക്കയിൽ ചെലവിട്ടു. വീണ്ടും ഈ കടലിലേക്ക് പോകണം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണികൾ നടത്തണമെന്ന് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ആഗ്രഹങ്ങളുള്ള ഒരാളായിരുന്നു. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത്, അദ്ദേഹം യുദ്ധത്തിനു ശേഷം ഇത്താക്കയിൽ എത്തുന്നതിന് മുൻപ് മറ്റൊരു ദ്വീപിൽ എത്തിച്ചേർന്നു. ആ ദ്വീപിന്റെ പേരാണ് ഫേഷ്യസ്. ആ ഫേഷ്യസ് ദ്വീപിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഒഡീസിയസിന് ഇന്നും ഗ്രീസിന്റെ തീരത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളോട് സാമ്യമുണ്ട്. ഇന്ന് മിക്ക രാജ്യങ്ങളിലും അഭയാർത്ഥികളുടെ ആ ഒരു കടന്നുവരവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രീസിലും എത്തിച്ചേരുന്നുണ്ട്. അപ്പം വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഹോമർ എഴുതിയ ആ ഒരു കഥാപാത്രമാണ് ഒഡീസിയസ്. അദ്ദേഹം എങ്ങനെയാണോ തൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയത്, ഒരു അഭയാർത്ഥിയെ പോലെ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ അതിന് ഇന്നത്തെ അഭയാർത്ഥികളോട് വളരെയധികം സാമ്യം ഉണ്ട്. ഇനി ബാക്കി പറയുകയാണ്. അദ്ദേഹം വളരെ വിഷമത്തിലാണ് ആ ഫേഷ്യസ് ദ്വീപിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ പേരാണ് നൗസിക്ക. നൗസിക്കയും കുറച്ച് കൂട്ടുകാരും കൂടെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒഡീസിയസ് ആ ദ്വീപിൽ, ഫേഷ്യസ് ദ്വീപിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് അയാളുടെ കണ്ണുകൾ ഒരു സിംഹത്തെ പോലെയാണ്. അയാളൊരു സിംഹത്തെ പോലെയുള്ള ഒരാളാണ്. കന്നുകാലികളെയോ ആടുകളെയോ അതല്ലെങ്കിൽ മാനുകളെയോ ഒക്കെ ഓടിച്ചുകൊണ്ട് വന്ന ഒരു സിംഹത്തിനെ പോലെയുണ്ട്. അയാൾക്ക് വളരെയധികം വയറ് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ആട്ടിൻകൂട്ടങ്ങളെ അവൻ ആഹാരമാക്കാം. അപ്പം വളരെയധികം വിശന്ന ഒരവസ്ഥയിലായിരുന്നു ഒഡീസിയസ്. അതുകൊണ്ട് തന്നെ ഒഡീസിയസ് ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. കാരണം അർജൻസി, വിശപ്പിന്റെ ഒരു വിളിയുണ്ട്. അപ്പോൾ അതൊരു പ്രവാചകന്റെ വാക്കുപോലെയായി ഹോമർ എഴുതിയത് എന്നാണ് അമാൻഡ നമ്മളോട് പറയുന്നത്. കാരണം ഇന്നും അഭയാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണത്തിന് വളരെയധികം ക്ഷാമം അവർ നേരിടുന്നു. യുദ്ധം മൂലമോ അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും പ്രളയമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോ രാജ്യത്തും അഭയാർത്ഥികൾ വന്നു ചേരുന്നു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതിനവർ ഏത് വാതിലുകളിലും മുട്ടാൻ തയ്യാറാണ്. അതുപോലെ തന്നെയായിരുന്നു ഒഡീസിയസും ആ തീരത്ത് എത്തിച്ചേർന്നത്. അപ്പം വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ കഥാപാത്രത്തിന് ഇന്നത്തെ റെഫ്യൂജിയോട് സാമ്യം ഉണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, സാഹിത്യം വ്യത്യസ്തതയുള്ള ആൾക്കാരെ അതിൻ്റെ എല്ലാ വ്യത്യസ്തതയോടും കൂടി സ്വീകരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ സമൂഹം അങ്ങനെ സ്വീകരിക്കാറുണ്ടോ? ഇല്ല. സമൂഹം വ്യത്യസ്തതയുള്ളവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അമാൻഡ പറയുന്നു, സാഹിത്യം വ്യത്യസ്തതയുള്ളവരെ അംഗീകരിക്കുന്നു, അതിനെ ഒരു ജീനിയസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ വ്യത്യസ്തത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറേജിന്റെ ഒരു സൈൻ ആയിട്ടാണ് കാണുന്നത്. ധീരതയുടെ അല്ലെങ്കിൽ ധൈര്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഡിഫറൻസിനെ സാഹിത്യം നോക്കിക്കാണുന്നത്. ഒരു ഹീറോയ്ക്ക് എപ്പോഴും 100% ഒരു സമൂഹത്തിന്റെ റൂൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും വ്യത്യസ്തതയുള്ളവരായിരിക്കും ഇത്തരം കഥകളിലെ എല്ലാം കഥാപാത്രങ്ങൾ. അതുകൊണ്ടായിരിക്കുമല്ലോ സ്റ്റീഫൻ ഡെഡാലസ് തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അടുത്ത ഒരു പ്രശസ്ത നോവലിലെ ഒരു കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് സ്റ്റീഫൻ ഡെഡാലസ് എന്ന് പറയുന്നത്
ജെയിംസ് ജോയ്സ് എന്ന ഐറിഷ് നോവലിസ്റ്റിൻ്റെ ഒരു നോവലുണ്ട്. അതിൻ്റെ പേരാണ് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ആ നോവലിലെ പ്രധാന കഥാപാത്രമാണ് സ്റ്റീഫൻ ഡെഡാലസ്. ശരിക്കും ഇതിൻ്റെ ഓതറായ ജെയിംസ് ജോയ്സിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഇതുണ്ട്. അതായത് ആ നോവലിസ്റ്റിൻ്റെ തന്നെ സ്വഭാവ സവിശേഷതകളാണ് ഈ പ്രധാന ഹീറോയ്ക്കുമുള്ളത്. അപ്പോൾ ഈ ഹീറോ എന്ന് പറയുന്നത് ഈ നോവലിൻ്റെ തുടക്കത്തിൽ ഒരു ആൻറ്റി ഹീറോയാണ്. അതായത് എപ്പോഴും എതിർത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആർട്ടിസ്റ്റ് ആകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിന് അദ്ദേഹത്തിന് റിലീജിയനിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഫാമിലിയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. എന്നിട്ടും അവസാനം ഈ എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ആർട്ടിസ്റ്റ് ആകാനുള്ള ഒരു വഴി സ്റ്റീഫൻ ഡെഡാലസ് സ്വയം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ വ്യത്യസ്തതയുള്ളവരെയാണ് സാഹിത്യം അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റീഫൻ ഡെഡാലസ് സാധാരണ മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു. ഇത് വളരെ ചെറിയൊരു ലേഖനമാണെങ്കിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ സാഹിത്യവുമായിട്ട് അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളുമായിട്ട് അത്ര പരിചിതമല്ലാത്ത കുട്ടികൾക്ക് ഇത് സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ്. എന്നാൽ നമ്മൾ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ പുസ്തകം ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നു, നമ്മളെ ഈ ഫിക്ഷൻ അഥവാ കെട്ടുകഥകൾ അല്ലെങ്കിൽ കഥകൾ നമ്മളെ ടീച്ച് ചെയ്യുന്നത് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഈ വ്യത്യസ്തതയെപ്പറ്റി പഠിക്കണമെന്നാണ്. മനുഷ്യൻ്റെ ഇടയിലുള്ള ഈ വ്യത്യസ്തതയെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണം. അത് തന്നെയാണ് നരവംശാസ്ത്ര പഠനങ്ങളും മനഃശാസ്ത്ര പഠനവും സാമൂഹ്യ ശാസ്ത്രവും എല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ വ്യത്യസ്തതയെ അംഗീകരിക്കാൻ ശ്രമിക്കണം. അരിസ്റ്റോട്ടിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ദ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ഈസ് ട്രാജഡി. ട്രാജഡി എന്ന് പറയുന്നത് ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് എന്ന്. അതായത് നമ്മൾ വ്യത്യസ്തതയെയാണ് അംഗീകരിക്കേണ്ടത്, അല്ലാതെ എല്ലാം ഒരുപോലെ പോകുന്നതിനെ അല്ല. അതുപോലെ മനുഷ്യനിലുള്ള അസൂയ, നിരാശ, അക്രമം, ഉത്കണ്ഠ, മരണഭയം ഇതൊന്നും സാഹിത്യത്തിൽ പുതിയൊരു കാര്യമൊന്നും അല്ല. അതെല്ലാം ഉള്ളതാണ്. എന്നാൽ എപ്പോഴാണോ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇമാജിനേഷൻ, ഭാവനയുടെ അഭാവത്തിൽ ഈ ഫിക്ഷനൊക്കെ കൂടുതൽ യുക്തിയുള്ളതായിട്ട് മാറുന്നേ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ട ഈ കഥാപാത്രങ്ങളെല്ലാം അകലേക്ക് മാറും. കൂടുതൽ നമ്മൾ ഭാവനയെ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വായിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ലിറ്ററേച്ചറിനെ നമ്മൾ കൂടുതലായിട്ട് വായിച്ചറിയുമ്പോൾ ആ ഒരു അപബോധ മനസ്സിൽ, നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ പതുക്കെ മറ്റുള്ളവരെ, ഇങ്ങനെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ റെഫ്യൂജീസിനെ, മൈനോറിറ്റീസിനെ ഒക്കെ നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കും. ഒഡീസിയസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ ദ്വീപിൽ അദ്ദേഹം വിശന്ന് എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ഓരോ തീരത്തും അടിയുന്ന റെഫ്യൂജീസിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരു വലിയ രാജ്യം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം വിശന്ന് ആ ഒരു തീരത്ത് അടിഞ്ഞു. അപ്പം അതേ അവസ്ഥയാണ് റെഫ്യൂജീസിൻ്റെയും. അവരെ ഒറ്റ രാത്രി കൊണ്ടോ ഒന്നുമില്ലാത്തവരായി മാറുന്നവരാണ് പലരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ യൂറോപ്യൻ സാഹിത്യത്തിൻ്റെ ഇങ്ങനെയുള്ള ഭാവനയുള്ള ഈ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഫ്യൂജീസിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റെഫ്യൂജീസിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാസ് മീഡിയയ്ക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾ ലിറ്ററേച്ചറിലെ ഒഡീസിയസിനെയും റോബിൻസൺ ക്രൂസോയെയും ഒക്കെ എങ്ങനെയാണോ നെഞ്ചിലേറ്റിയത് അതുപോലെ തന്നെ നമ്മൾ റെഫ്യൂജീസിനെ പറ്റിയും നെഞ്ചിലേറ്റുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂടെ ഉണ്ട്, അവരെ അംഗീകരിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം നമ്മളിൽ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന അടുത്ത കഥാപാത്രം റോബിൻസൺ ക്രൂസോയാണ്. അതും ഇംഗ്ലീഷ് സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. റോബിൻസൺ ക്രൂസോ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഷിപ്പിൽ കയറി യാത്ര ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളയാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അതത്ര ഇഷ്ടമല്ലായിരുന്നു.
പലതവണ അവർ വിലക്കിയിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും യാത്രകൾ പോയി. അങ്ങനെ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് ഏകാന്തമായ ഒരു ദ്വീപിൽ അദ്ദേഹം 27 വർഷത്തോളം ചെലവഴിക്കേണ്ടി വന്നു. അവിടെ ആരും തന്നെ മനുഷ്യജീവികൾ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് അവിടെ വീടൊക്കെ പണിത് കൃഷിയൊക്കെ ചെയ്ത് അദ്ദേഹം പതുക്കെ ആ ദ്വീപ് വാസിയായിട്ട് മാറുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. റെഫ്യൂജി ക്രൈസിസ്, റെഫ്യൂജീസിനെ പറ്റിയുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ മാസ് മീഡിയയിൽ കണ്ടു, TV അല്ലെങ്കിൽ പത്രത്തിൽ കണ്ടു, എന്നിട്ട് നമ്മളതങ്ങ് മറന്നുപോയി. അതുപോലെ തന്നെ നമ്മൾ ലിറ്ററേച്ചറിൽ നിന്നുള്ള ഒഡീസിയസിനെയും റോബിൻസൺ ക്രൂസോയെയും അതുപോലെ മൈക്കലിനെയും ഒക്കെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇമേജ് ഉണ്ട് റെഫ്യൂജീസിനെ പറ്റി. അതായത് അവരെവിടെ നിന്നോ ഒരുപാട് കൂട്ടം ആൾക്കാർ വരുന്നു, എന്നിട്ട് മറ്റൊരു രാജ്യത്തെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് വരുന്നു, അല്ലെങ്കിൽ അവിടെ അധികാരം സ്ഥാപിക്കാൻ വരുന്നു എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കും. അതായത് നമ്മൾ ഈ ഒഡീസിയസിനെയും റോബിൻസൺ ക്രൂസോയെയും ഒക്കെ മറക്കുകയും റെഫ്യൂജീസിനെ പറ്റി കൂടുതൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മൾ അവരെ ഒരു ശത്രുക്കളായിട്ട് കാണും, റെഫ്യൂജീസിനെ ശത്രുക്കളായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ലിറ്ററേച്ചർ നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റിയെ, നമുക്ക് ക്ലിയർ അല്ലാത്ത ഒന്നിനെ ക്ലിയർ ആക്കി തരും. കൂടുതൽ വായിക്കും തോറും, ലിറ്ററേച്ചറിനെ അറിയും തോറും നമ്മുടെ ഈ റെഫ്യൂജീസിനെ പറ്റി അല്ലെങ്കിൽ അതർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ പറ്റി, കുറച്ച് ഡിഫറൻസ് ഉള്ളവരെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാഠം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറച്ചേറെ ലിറ്ററേച്ചറിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ടഫാണ്. ഒന്നുകൂടി കേട്ട് നോക്കുക. പുസ്തകം ഉപയോഗിച്ച് ഈ വീഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്